സോൾവ് ദിസ് ചാനലിലോട്ട് സ്വാഗതം. പ്രാക്ടിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് മാത്തമാറ്റിക്സ് ലേൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രത്യേകിച്ച് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ഉപകാരപ്പെടുന്ന ഒരു ചാനലാണ്. ഇതിൻ്റെ ലെവൽ 1 ആപ്ലിക്കേഷനാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ശേഷം ലെവൽ 2 ആപ്ലിക്കേഷൻ സീരീസ് ആരംഭിക്കുന്നതാണ്. +2 ഡിഗ്രി തലത്തിൽ ഉപകാരപ്പെടുന്ന ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് ആയിരിക്കും അതിൽ കൂടുതൽ ചർച്ച ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സോളിഡ്സ്, ഘനരൂപങ്ങളെ കുറിച്ചാണ്. അതിൽ വ്യാപ്തമാണ് നമ്മൾ ചർച്ച ചെയ്ത് 2 പ്രോബ്ലം ചെയ്ത്. ഏരിയ കാൽക്കുലേഷന് മുമ്പ് നമ്മൾ 8-10 പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഒരു വോളിയം കാൽക്കുലേഷനുള്ള ഒരു പുതിയ പ്രോബ്ലം നോക്കാം. 30 സെൻറ്റിമീറ്റർ അളവുള്ള ഒരു ക്യൂബ് അല്ലെങ്കിൽ സമചതുര കട്ട ഉരുക്കി ഗോളമാക്കിയാൽ ആ ഗോളത്തിൻ്റെ ഒരു ആരം എത്ര അല്ലെങ്കിൽ റേഡിയസ് എത്ര എന്നതാണ് ചോദ്യം. സമചതുരാകൃതിയിലുള്ള ഒരു സമചതുര കട്ട ഉരുക്കി ഗോളമാക്കിയാൽ ആ ഗോളത്തിൻ്റെ റേഡിയസ് എത്ര എന്നതാണ് ചോദ്യം. ആദ്യം നമുക്ക് ഈ സമചതുരക്കട്ടയുടെ വ്യാപ്തം A³ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. നീളം വീതിയും ഉയരം ഒരുപോലെ ആയതുകൊണ്ട് അതിൻ്റെ വ്യാപ്തത്തിൻ്റെ സൂത്രവാക്യം A ഇൻറ്റു A ഇൻറ്റു A. എന് ഒരു സൈഡ്, ഓരോ സൈഡ് 30 ആയതുകൊണ്ട് 30 ഇൻറ്റു 30 ഇൻറ്റു 30 27,000. 27,000 cm³. ഇനി നമുക്ക് ഇതാണ് ഉരുക്കി ഒരു ഗോളമാക്കി മാറ്റേണ്ടത്. അപ്പോൾ ഗോളത്തിൻ്റെ വ്യാപ്തത്തിൻ്റെ സൂത്രവാക്യം നമുക്കറിയാം 4/3 πr³ എന്നതാണ്. 4/3 π ഇൻറ്റു r³. r റേഡിയസ്. ഈ വ്യാപ്തമാണ് നമുക്ക് ഈ മുകളിൽ കിട്ടിയ 27,000 cm³ എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് നമുക്ക് ഈ ഗോളത്തിൻ്റെ ആരം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഗോളത്തിൻ്റെ ആരം കണ്ടുപിടിക്കുക r³ പറഞ്ഞാൽ ഗോളത്തിൽ ആരം ഇൻറ്റു ആരം ഇൻറ്റു ആരമാണ്. ഈ r³ നിന്ന് കാൽക്കുലേഷൻ ചെയ്യാൻ ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ വരും. ഇവിടെ 4 കൊണ്ട് ഗുണിക്കുകയാണ്, അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പൈ കൊണ്ട് ഗുണിക്കുകയാണ്, പൈ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ r³ ഈക്വൽ ടു 27,000 ഇൻറ്റു ഈ 3 കൊണ്ട് ഇങ്ങോട്ട് ഗുണിക്കുക. പിന്നെ ആ കിട്ടിയ ആൻസറിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ടും ഇതിന് മൊത്തം നമുക്ക് പൈ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് 27,000 ഇൻറ്റു 3 വരുന്നത് 81,000 ആണ്. 81,000. ഇനി അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വരുന്ന ആൻസർ കാൽക്കുലേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ 20,250. 20,250. ഇനി അതിന് പൈ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ കിട്ടിയ ആൻസറിന് പൈ ആണ് 3.14 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 6,445.7751 എന്നാണ്. ഇതല്ല ശരിക്കും, ഇത് r³ ആണ്. ആരം ഇൻറ്റു ആരം ഇൻറ്റു ആരമാണ് 6,445.2251. ഇതിൽ നിന്നാണ് നമുക്ക് ആരം കണ്ടുപിടിക്കേണ്ടത്. ആരം കണ്ടുപിടിക്കാൻ ഇതിൻ്റെ ക്യൂബ് റൂട്ടാണ്. ഇതിൻ്റെ ക്യൂബ് റൂട്ട് കാൽക്കുലേറ്റർ അടിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ 18.6105. ഇതാണ് 30 സെൻറ്റിമീറ്റർ അളവുള്ള ഒരു ക്യൂബ് ഉരുക്കി ഗോളമാക്കിയാൽ ആ ഗോളത്തിൻ്റെ ആരത്തിൻ്റെ അളവാണ്
18.6105 സെൻറ്റിമീറ്റർ. കാരണം സെൻറ്റിമീറ്റർ നമ്മൾ ഫുൾ കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് അടുത്ത് തന്നെ പുതിയ ഒരു പ്രോബ്ലം കൊണ്ടുവരാം. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ചാനലാണ്. പ്രത്യേകിച്ച് അപ്ലിക്കേഷൻ ലെവലിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഓൾ.